ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും. ശീതപിത്തം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാനം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിദ്യ മേനോൻ. ശീതപിത്തം അഥവാ അർട്ടിക്കേറിയ ത്വക്കിനെ ആശ്രയിച്ചുണ്ടാകുന്ന രോഗമാണ്. തൊലിപ്പുറത്ത് ചൊറിച്ചിലോടുകൂടി വട്ടത്തിൽ ചുവന്ന് തിണർത്തു വരുന്ന അവസ്ഥയാണ് ശീതപിത്തം. ലോകത്താകമാനം 15 മുതൽ 25% വരെ ആളുകളിൽ ഈ രോഗം കണ്ടുവരുന്നു. 30നും 50നും ഇടയിലുള്ള പ്രായത്തിലാണ് സാധാരണയായി അർട്ടിക്കേറിയ ഉണ്ടാകുന്നത്. അർട്ടിക്കേറിയയുടെ ലക്ഷണങ്ങൾ: ആദ്യം ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചൊറിച്ചിലോടുകൂടി ഇത് തുടങ്ങുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ ഈ ഭാഗം വട്ടത്തിൽ തിണർത്തു വരുന്നു. വട്ടത്തിൻ്റെ അരികുകൾ ചുവന്നും മധ്യഭാഗം വിളർത്തും കാണപ്പെടുന്നു. ആദ്യം 1-2 സെൻറ്റിമീറ്റർ വട്ടത്തിൽ തിണർപ്പുകൾ ഉണ്ടായി ചിലപ്പോൾ അവ കൂടിച്ചേർന്ന് വലിയ പാടുകൾ രൂപപ്പെടുകയും ചൊറിച്ചിൽ കൂടുന്നതായും കാണാറുണ്ട്. അർട്ടിക്കേറിയ എന്ന രോഗം അധികം നീണ്ടു നിൽക്കാറില്ല. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഭേദപ്പെടാറുണ്ട്. ഏതാനും മണിക്കൂറുകളിൽ തന്നെ ശമിക്കുന്ന രോഗമാണെങ്കിൽ കൂടി അർട്ടിക്കേറിയ ഇടയ്ക്കിടയ്ക്ക്, അതായത് എപ്പിസോഡ്സായി വന്നുകൊണ്ടിരിക്കും. അർട്ടിക്കേറിയയുടെ കാരണങ്ങൾ: നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അഥവാ NSAID, ആസ്പിരിൻ, ഗർഭനിരോധന ഗുളികകൾ, പെൻസിലിൻ മുതലായ ഔഷധങ്ങളുടെ പ്രയോഗം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മുട്ട, കടൽ മത്സ്യങ്ങൾ, ചോക്ലേറ്റ്, മഷ്റൂം അഥവാ കൂണ്, പുളിപ്പിച്ച ആഹാരം, ഭക്ഷണത്തിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഫുഡ് കളേഴ്സ്, ഭക്ഷണം കേടുവരാതെ ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ്. അലർജൻസ്, അതായത് പൊടിപടലങ്ങൾ, പുക, പൂമ്പൊടി, പൂപ്പൽ എന്നിവ ഏൽക്കുന്നതുകൊണ്ടും, ചില പ്രാണികൾ, കീടങ്ങൾ എന്നിവ കടിക്കുന്നതുകൊണ്ടും, മുഖത്തും ശരീരത്തിലും ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സ്ത്രീകളിൽ പ്രത്യേകിച്ചും അർട്ടിക്കേറിയയ്ക്ക് കാരണമാകാറുണ്ട്. സൈക്കോജനിക് ഫാക്ടേഴ്സ്, അതായത് മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ മുതലായ രോഗാവസ്ഥകൾ. ഭൗതിക ഘടകങ്ങൾ അഥവാ ഫിസിക്കൽ ഫാക്ടേഴ്സ്, പെട്ടെന്ന് ചൂടോ തണുപ്പോ ഏൽക്കുക. അപൂർവമായി കാരണങ്ങളൊന്നും കൂടാതെ തന്നെ ഇഡിയോപ്പത്തിക് അർട്ടിക്കേറിയ എന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അർട്ടിക്കേറിയയുടെ ചികിത്സ: മിക്കവാറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ചൊറിച്ചിൽ, ചുവപ്പ്, തിണർപ്പുകൾ എന്നിവ അപ്രത്യക്ഷമാകാറുണ്ട്. എന്നിരുന്നാലും ഈ രോഗം ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരിക്കൽ അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവിപത്തി ചൂർണം, വില്വാദി ഗുളിക, ദൂഷ്യവിഷാരി ഗുളിക, ഖദിരാരിഷ്ടം, നിംബാദി കഷായം എന്നിവ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിച്ചാൽ ഫലപ്രദമായി കാണാറുണ്ട്. ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും.